ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈവനിങ് വ്ലോഗാണേ. ഞാൻ വൈകിട്ടായപ്പോൾ മോളെ ട്യൂഷനിലോട്ടാക്കാൻ പോവുകയാണ് കേട്ടോ. 5 മണിയാവാറായി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ ബുക്ക് സ്റ്റോളിലോട്ട് പോയി കേട്ടോ. കാരണം മോൾക്ക് ട്യൂഷൻ എഴുതാനുള്ള നോട്ട്ബുക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് ബുക്ക് സ്റ്റോളിൽ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾക്ക് അത് വേണം, ഇത് വേണം. അവിടെ പലതരം പേനകളും എറൈസറും ഷാർപ്നറും ഒക്കെ കണ്ടിട്ട് അവൾക്ക് അതെല്ലാം വേണം കേട്ടോ. ഞാൻ പറഞ്ഞു ഇതെല്ലാം വീട്ടിലുണ്ട്, നീ അതൊന്നും നോക്കണ്ട, നമുക്ക് പിന്നെ വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള നോട്ട്ബുക്ക് മാത്രം വാങ്ങിച്ചുകൊണ്ട് ഞാനും മോളും അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ അവളെ കൊണ്ടുവന്ന് ട്യൂഷനിലോട്ടാക്കി കേട്ടോ. അപ്പോൾ ആദ്യം അവൾ വേറൊരു ട്യൂഷനിലായിരുന്നു, ഇപ്പോൾ അത് മാറ്റി വേറൊരു ട്യൂഷനിലോട്ട് ആക്കി കേട്ടോ. അപ്പോൾ ഇവിടെ 5 മണി തൊട്ട് 8 മണി വരെ ഉണ്ട് ക്ലാസ്. അപ്പോൾ അവൾ അതുവരെ അവിടെ ഇരുന്ന് സന്തോഷമായിട്ടിരുന്ന് പഠിക്കുമല്ലോ. വീട്ടിൽ ബഹളം കാരണം അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവളെ ആക്കി നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ കുട്ടീസുമായിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 8 മണിയൊക്കെ ആയപ്പോൾ പിന്നെ അവളെ ഞാൻ വിളിക്കാനായിട്ട് പോയി. വിളിച്ചിട്ട് നേരെ നമ്മൾ ധന്യയിലോട്ടാണ് കേട്ടോ പോയത്, പള്ളിമുക്കിലുള്ള. അവിടെ പോയത് അവൾക്ക് സ്നാക്സും മുട്ടായിയൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്സും, അതായത് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഈ നമ്മുടെ ചീനി വറ്റലുണ്ടല്ലോ, അതാണ് കേട്ടോ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും വാങ്ങിച്ച് കുറച്ച് മുട്ടായും കുറച്ച് വേണ്ടുന്ന സാധനങ്ങളും വാങ്ങിച്ചിട്ട് ബില്ലടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പള്ളിമുക്കിലെ നബിദിന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പുറത്ത് നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം റോഡിൻ്റെ സൈഡുകളിൽ മൊത്തവും ചെമ്പും പാത്രവും എല്ലാം അങ്ങനെ കൊണ്ടുവച്ചിട്ടൊരു പ്രത്യേക വൈബാണ് പള്ളിമുക്കിലെ നബിദിനം എന്ന് പറയുന്നത്. പള്ളിമുക്കുകാർക്ക് അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത്രയുള്ള